പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന +1 ബോട്ടണി ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻജിയോസ്പോംസ്, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. ആൻജിയോസ്പോംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എന്ന് പറഞ്ഞതുപോലെ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഫ്രൂട്ട്സ്. നമ്മൾ ജിംനോസ്പോംസിൽ പറഞ്ഞു നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നല്ലേ പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൻജിയോസ്പോംസിൽ പറയുമ്പോൾ നമുക്ക് പറയാം സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രൂട്ടിനകത്താണ്. അതായത് ഫ്രൂട്ട് വാൾ എന്ന് പറയുന്ന കവറിങ് ആൻജിയോസ്പോമിക് പ്ലാന്റ്സിന് പ്രസന്റ് ആണ്. ഇതുപോലെ തന്നെ ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ നേച്ചറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. വളരെയധികം വൈവിധ്യം, ഹാബിറ്റിലാണെങ്കിലും ഹാബിറ്റാറ്റിലാണെങ്കിലും വളരെയധികം വൈവിധ്യം കാണിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് ആയ ഉൾഫിയ മുതൽ ടോളസ്റ്റ് 100 മീറ്ററിൽ കൂടുതൽ ലെങ്തി ആയിട്ട് വളരുന്ന യുക്കാലിപ്റ്റസ് വരെയുള്ള പ്ലാന്റ് സ്പീഷീസ്, പ്ലാന്റ് ഗ്രൂപ്പുകൾ വരുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. പിന്നെ ഇതുകൊണ്ട് ഉള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഫുഡ് ഉണ്ട്, ഫോഡർ ഉണ്ട്, മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓർണമെന്റൽ പ്ലാന്റ് ഉണ്ട്, ബിവറേജസ് ഉണ്ട്. അങ്ങനെ വളരെയധികം കൊമേഴ്സ്യൽ പ്രോഡക്ട്സ് ലഭ്യമാകുന്ന പ്ലാന്റ്സുകൾ വരുന്ന ഒരു വലിയ ഗ്രൂപ്പും കൂടിയാണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടെറിഡോഫൈറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞു ട്രൂ വാസ്കുലാർ പ്ലാന്റ്, ഫസ്റ്റ് വാസ്കുലാർ പ്ലാന്റ് ആണ് ടെറിഡോഫൈറ്റ്സ്. ജിംനോസ്പോംസ് വരുമ്പോഴും നമ്മൾ അത് തന്നെ പറഞ്ഞു. ആൻജിയോസ്പോംസ് വരുമ്പം സൈലം, ഫ്ലോയം എന്ന് പറയുന്ന വാസ്കുലാർ ടിഷ്യൂസിലുള്ള പ്രോമിനന്റ് കമ്പോണന്റ്, അതായത് സൈലത്തിനകത്ത് ട്രക്കിയ അല്ലെങ്കിൽ വെസൽസ് പ്രസന്റ് ആയിരിക്കും. നേരത്തെ നമ്മുടെ വെസൽസ് ജിംനോസ്പോംസിൽ ആബ്സെന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വെസൽസ് പ്രസന്റ് ആണ്. ട്രക്കിയയുടെ കൂടെ ട്രക്കീഡ്സ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. ഇതുകൂടാതെ സൈലം, പാരൻകൈമ, സൈലം ഫൈബേഴ്സ് തുടങ്ങിയവ സൈലത്തിന്റെ കമ്പോണൻസ് ആണ്. അപ്പൊ സൈലം എന്ന് പറയുന്ന കോംപ്ലക്സ് വാട്ടർ കണ്ടക്ടിങ് വാസ്കുലാർ ടിഷ്യൂസിനകത്ത് ഇങ്ങനെ പല കമ്പോണൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ ഫ്ലോയം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫ്ലോയത്തിനകത്ത് സീവ് ട്യൂബ്സ് കാണാം. ഇതിനോടൊപ്പം തന്നെ കമ്പാനിയൻ സെല്ല് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോയം ഫൈബേഴ്സും ഫ്ലോയം പാരൻകൈമായും കാണാനായിട്ട് സാധിക്കും. അപ്പൊ വളരെയധികം ഹിറ്ററോജീനസ് മാസ് ടിഷ്യൂ വരുന്ന വാസ്കുലാർ ടിഷ്യൂസ് ആണ് ആൻജിയോസ്പോംസിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ മറ്റൊന്ന്, ആൻജിയോസ്പോമിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഹാബിറ്റാറ്റിലും, അതായത് അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണാം, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കാണാം. ഇങ്ങനെ പലതരത്തിലുള്ള വേരിയേഷൻ ഉള്ള ഹാബിറ്റാറ്റിലെല്ലാം കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് ആൻജിയോസ്പോംസ് എന്ന് പറയുന്നത്. മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ് ആൻജിയോസ്പോംസിന്. മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിലുള്ള സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. ഫ്ലവറിന് ഡിഫറെന്റ് വേൾഡ്സ് ഉണ്ട്. ഇതില് നമുക്ക് ഇവിടെ എന്താണ് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വേൾഡ്സിനെ പരിചയപ്പെടാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമുക്ക് ഗൈനീഷ്യം എന്ന് വിളിക്കാം. ആൻഡ്രീഷ്യത്തിന്റെ കമ്പോണന്റ് പാർട്ടാണ് സ്റ്റേമൻ. ഇതിന് നമ്മൾ ജിംനോസ്പോംസിലും ടെറിഡോഫൈറ്റ്സിലും ഒക്കെ മൈക്രോസ്പോറോഫിൽ എന്ന് പറഞ്ഞില്ലേ, അതിനൊരു മോഡിഫിക്കേഷൻ സംഭവിച്ചൊരു സ്ട്രക്ചറാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. അതുപോലെ ഗൈനീഷ്യത്തിന്റെ കമ്പോണന്റ് പാർട്ടാണ് കാർപ്പൽ അഥവാ പിസ്റ്റിൽ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മെഗാസ്പോറോഫിലിന് ഈക്വലന്റ് ആയിട്ട് ഫ്ലവറിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് കാർപ്പൽ. അപ്പൊ മൈക്രോസ്പോറോഫിലിന് ഈക്വൽ ആയിട്ട് വരുന്ന സ്ട്രക്ചറാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേമന് ഒരു ഫങ്ഷണൽ പാർട്ട് പ്രസന്റ് ആയിരിക്കും, അതുപോലെ ഒരു സ്റ്റാക്ക് പ്രസന്റ് ആയിരിക്കും. ഫങ്ഷണൽ പാർട്ടിനെ നമ്മൾ ആന്തർ എന്ന് പറയും, സ്റ്റാക്കിനെ നമ്മൾ ഫിലമെന്റ് എന്നുമാണ് പറയുന്നത്. ഇതില് ആന്തർ എന്ന് പറയുന്ന ഈ ഫങ്ഷണൽ പാർട്ടിലാണ് മൈക്രോസ്പോർ അഥവാ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മോസ്റ്റ് ഫ്ലവേഴ്സിലും ആന്തർ എന്ന് പറയുന്നത് ഡൈതീക്കസ് ആണ്. എന്നാൽ ചില ഫ്ലവേഴ്സിൽ മോണോതീക്കസ് ആയിട്ട് നമുക്ക് ആന്തേഴ്സിനെ കാണാം. അപ്പൊ ഈ ആന്തർ എന്ന് പറയുന്ന ഫങ്ഷണൽ പാർട്ടിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം പ്രസന്റ് ആണ്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് സ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മൈക്രോസ്പോർസ് ആണ് എന്തായിട്ട് മാറുന്നത്? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ഈ പോളൻ ഗ്രെയിനെ നമ്മൾ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നാണ് പറയപ്പെടുന്നത്. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ് ആൻജിയോസ്പോംസിൽ കാണുന്നത്.
അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യത്തിന്റെ കമ്പോണന്റ് പാർട്ടാണ് സ്റ്റേമൻ. ഒരു ടിപ്പിക്കൽ സ്റ്റേമന് ആന്തർ എന്ന് പറയുന്ന ഫങ്ഷണൽ പാർട്ടും ഒരു ഫിലമെന്റ് സ്റ്റാക്ക് കാണും, അതിന് ഫിലമെന്റ് എന്ന് പറയും. ആന്തറിനകത്ത് എന്തുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം പ്രസന്റ് ആണ്. ഇതിനകത്ത് സ്പോർ മദർ സെല്ല്, മൈക്രോസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നു. ഈ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്താണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്. പോളൻ ഗ്രെയിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? മെയിൽ ഗാമിറ്റോഫൈറ്റ്. മെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടാണ് മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പിന്നെ കാർപ്പൽ എടുത്തു കഴിഞ്ഞാൽ കാർപ്പലിന് പ്രധാനമായിട്ടും ഒരു ബേസൽ സൊള്ളൻ പാർട്ട് പ്രസന്റ് ആണ്. ഈ സൊള്ളൻ പാർട്ടിനെ നമ്മൾ ഓവറി എന്ന് പറയും. ഓവറിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ഇലോങ്ങേറ്റഡ് സ്റ്റൈല് കാണും, പിന്നെ എന്തുകൂടെ കാണും? സ്റ്റിഗ്മയും പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഓവറി ഉണ്ട്, സ്റ്റൈലുണ്ട്, സ്റ്റിഗ്മ ഉണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാർപ്പലിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ഫ്ലവറില് കാർപ്പൽസ് അല്ലെങ്കിൽ സ്റ്റേമൻസിന്റെ എണ്ണം, സ്റ്റേമൻസ് ഫ്യൂ ആയിരിക്കും, ലിമിറ്റഡ് നമ്പർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, ന്യൂമറസ് സ്റ്റേമൻസ് കാണുന്നതുകൊണ്ട് അറേഞ്ച്മെന്റിൽ തന്നെ വളരെയധികം വൈവിധ്യം ഫ്ലവേഴ്സിൽ കാണിക്കാറുണ്ട്. അതുപോലെ കാർപ്പൽസ് ഫ്രീ ആയിട്ടും കാണാം, യുണൈറ്റഡ് ആയിട്ടും കാണാം. 1 to many കാർപ്പൽസ് ഓരോ ഫ്ലവറിനകത്തും ഓരോ രീതിയിൽ കാണാം. ഒരു ടിപ്പിക്കൽ കാർപ്പലിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഒരു ബേസൽ സൊള്ളൻ പാർട്ട് കാണും, നമ്മൾ അതിന് ഓവറി എന്ന് പറയും. പിന്നീട് ഒരു ഇലോങ്ങേറ്റഡ് സ്റ്റൈലും ടിപ്പിൽ ഒരു സ്റ്റിഗ്മയുമാണ് കാണപ്പെടുന്നത്. ഈ ഓവറി എന്ന് പറയുന്ന ഫങ്ഷണൽ പാർട്ടിനകത്താണ് ഓവ്യൂൾ അഥവാ മെഗാസ്പൊറാഞ്ചിയം ഉണ്ടാകുന്നത്. ഇതിലുള്ള ഒരു സിംഗിൾ സെല്ലിന് മെച്ചുറേഷൻ സംഭവിക്കുകയും അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുകയും ചെയ്യും. ഈ മെഗാസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് മെഗാസ്പോർസ് ഉണ്ടാകും. ഓരോ പ്ലാന്റിലും ഓരോ രീതിയിലാണ് മെഗാസ്പോറിൽ നിന്നുള്ള ഫിമെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ്. മോസ്റ്റ്ലി 4 മെഗാസ്പോർസ് ഉണ്ടാകുന്നതിൽ 3 ഡിജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരു മെഗാസ്പോർ ഫങ്ഷണൽ ആയിട്ട് നിൽക്കും. ഈ മെഗാസ്പോർ ആണ് ഫിമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ കാർപ്പലിന്റെ ഓവറിക്കകത്താണ് എന്തുണ്ടാകുന്നത്? മെഗാസ്പോർ ഉണ്ടാകുന്നത്. ഈ മെഗാസ്പോർ ആണ് എന്തെന്ന് പറയുന്നത്? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഫിമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? എംബ്രിയോസാക് എന്ന് വിളിക്കാം. ഈ 2 പാർട്ട് ക്ലിയർ ആയല്ലോ. ഒരു ഫ്ലവറിന്റെ 2 റീപ്രൊഡക്റ്റീവ് ഓർഗനെ കുറിച്ചാണ് പറഞ്ഞത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ആൻഡ്രീഷ്യം, അതിന്റെ കമ്പോണന്റ് പാർട്ടാണ് സ്റ്റേമൻ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഗൈനീഷ്യം, കമ്പോണന്റ് പാർട്ടിനെ നമ്മൾ കാർപ്പൽ എന്ന് വിളിക്കും. സ്റ്റേമനിൽ നിന്ന് മെയിൽ ഗാമിറ്റോഫൈറ്റ്, മെയിൽ ഗാമേറ്റ് ക്യാരിയിങ് സ്ട്രക്ചർ ആയ പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നു. അതുപോലെ കാർപ്പലിലെ ഓവറിയിൽ നിന്നും ഓവ്യൂൾസ് അഥവാ മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് എന്തുണ്ടാകുന്നു? മെഗാസ്പോർസ് ഉണ്ടാകുന്നു. ഒരു മെഗാസ്പോർ ആണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക് ആയിട്ട് മിക്ക പ്ലാന്റ്സിനകത്തും വരുന്നത്. ഈ ഒരു എംബ്രിയോസാക് ഡെവലപ്മെന്റിന് നമ്മൾ മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് എന്ന് പറയും. വേരിയേഷൻ ഉണ്ട്, എന്നാലും മോസ്റ്റ് പ്ലാന്റ്സിൽ മെഗാസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോർസ് ഉണ്ടാകുന്നു. അതിൽ ഒരു മെഗാസ്പോർ മാത്രം എന്തായിട്ട് മാറുന്നു? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അഥവാ എംബ്രിയോസാക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു മെഗാസ്പോർ എംബ്രിയോസാക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫിനോമിനനാണ് മോണോസ്പോറിക് എംബ്രിയോസാക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കും? ഇപ്പൊ നമുക്ക് മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫീമെയിൽ ഗാമേറ്റിന് കാരണമാകുന്ന എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റും ഉണ്ടാകുന്നു. ഇനി ആൻജിയോസ്പെർമിക് എംബ്രിയോസാക്കിനെ നമ്മൾ പറയാറുണ്ട് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസാക് എന്നാണ് പറയുന്നത്. ഇനി പോളൻ ഗ്രെയിൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻ എന്ത് സംഭവിക്കണം? പോളിനേഷനിലൂടെ ഫീമെയിൽ ഗാമേറ്റിന്റെ സമീപത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലവറിന്റെ സ്റ്റിഗ്മാറ്റിക് സർഫസിലേക്ക് വന്ന് വീഴണം. അപ്പൊ നമ്മുടെ പോളൻ ഗ്രെയിൻ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ സഹായത്താൽ, അല്ലെങ്കിൽ ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ മറ്റ് ഏജന്റിന്റെ സഹായം ഇല്ലാതെ തന്നെയോ എവിടെ വന്ന് വീഴും? സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീഴും. അതായത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. പോളൻ ഗ്രെയിൻ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുന്നു. ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? പോളിനേഷൻ എന്ന് പറയാം. ഈ പോളിനേഷന് സഹായിക്കുന്ന എക്സ്റ്റേണൽ ഏജന്റ് പലതരത്തിലാണ്. എബയോട്ടിക് ഏജന്റ്സ് ആണെങ്കിൽ അത് ഒന്നുകിൽ വിൻഡ് ആകാം, അല്ലെങ്കിൽ വാട്ടർ ആകാം. അതേസമയം ബയോട്ടിക് ഏജന്റ്സ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആകാം, മറ്റ് അനിമൽസും ആകാം. ഇപ്പോൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളൻ ഗ്രെയിൻ എവിടെ വന്ന് വീഴും? ഈ സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീഴും. അതായത് പോളൻ ഗ്രെയിൻ എപ്പോഴും ഒരു 2 സെൽഡ്, ഒരു 60% പ്ലാന്റ്സിനകത്തും പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്നത് ഒരു 2 സെൽഡ് സ്റ്റേജിലാണ്. അതിനകത്ത് ഒന്നിനെ ജനറേറ്റീവ് സെൽ എന്നും ഒരു വലിയ സെൽ, അതായത് വെജിറ്റേറ്റീവ് സെൽ എന്നും പറയും. ഈ വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് അബണ്ടന്റ് റിസോർട്ട് മെറ്റീരിയൽ ഉണ്ടാകും. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് സെൽ വിച്ച് ജനറേറ്റ് സ്പേംസ് ഓർ മെയിൽ ഗാമേറ്റ് ആണ്. ഒരു ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗാമേറ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷന് തൊട്ട് മുമ്പ് മാറുകയാണ് ചെയ്യുന്നത്.
ഇനി സ്റ്റിഗ്മാറ്റിക് സർഫസിൽ വന്ന് വീഴുന്ന പോളൻ ഗ്രെയിൻ റൈറ്റ് പോളൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് സെൽ എന്ത് ചെയ്യും, ഒരു പോളൻ ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറും. ഈ 2 മെയിൽ ഗ്യാമേറ്റും ഇതിനുള്ളിലൂടെ സ്റ്റിഗ്മയ്ക്കുള്ളിലൂടെ പെനിട്രേഷൻ നടത്തി നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്നുണ്ടാകുന്ന പോളൻ ട്യൂബ് എവിടെ വരും, സ്റ്റൈല റീജിയനിലൂടെ ഓവറിക്കകത്തുള്ള ഓവ്യൂളിനകത്തേക്ക് എൻ്റർ ചെയ്യും. ഇനി ഓവ്യൂളിനകത്ത് എന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു എംബ്രിയോ സാക്ക് ഉണ്ട് അല്ലെ. ഈ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് ആണ് ശരിക്കും ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഒരു ആൻജിയോസ്പേമിക് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോ സാക്ക് എന്നാണ് പറയുന്നത്. ഒരു ആൻജിയോസ്പേമിക് എംബ്രിയോ സാക്ക് എടുത്തു വെച്ച് നോക്കിയാൽ ചലാസ എന്ന് പറയുന്ന ഒരു റീജിയനിൽ, അതുപോലെ മൈക്രോപൈൽ എന്ന് പറയുന്ന ഒരു റീജിയനുമാണ്. അപ്പൊ ഇത് നമുക്ക് അറിയണമെങ്കിൽ ആ ഓവ്യൂളിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. നേരത്തെ പറഞ്ഞു കാർപ്പലിന്റെ ബേസൽ പാർട്ടാണ് ഓവറി. ഓവറി എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഓവറിക്കകത്ത് ഒവേറിയൻ ക്യാവിറ്റി ഉണ്ട്. ഒവേറിയൻ ക്യാവിറ്റിയിലെ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് പ്ലാസന്റ. പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്താണ് ഓവ്യൂൾ കാണപ്പെടുന്നത്. ഒരു ടിപ്പിക്കൽ ഓവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ സെന്ററിൽ ഒരു ഹോമോജിനസ് മാസ് ഓഫ് സെൽസ് കാണും, ന്യൂസെല്ലസ് എന്ന് പറയും. ഇതിനെ കവർ ചെയ്തുകൊണ്ട് വാളിയേഴ്സ് കാണും, ഇന്റഗുമെന്റ്സ് എന്ന് പറയും. ഇന്റഗുമെന്റ് ന്യൂസെല്ലസിനെ കവർ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തില്ല, ഒരു ഓപ്പണിംഗ് റിട്ടൈൻ ചെയ്യും. മെയിൽ ഗ്യാമേറ്റിന്റെ എൻട്രിക്കുള്ള ഓപ്പണിംഗ്, അതിന് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയും. ഓപ്പോസിറ്റ് ദ മൈക്രോപൈൽ ആണ് ചലാസ എന്ന് പറയുന്നത്. ഓവ്യൂളിന്റെ സ്റ്റാർട്ടിനെ നമ്മൾ ഫ്യൂണിക്കിൾ എന്നാണ് പറയുന്നത്. ഈ ഫ്യൂണിക്കിള് ഓവ്യൂളിന്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഹൈലം എന്ന് പറയും. ഇനി ഈ ന്യൂസെല്ലസിനകത്ത് മധ്യഭാഗത്ത് കാണപ്പെടുന്ന ഹോമോജീനസ് മാസ് ഓഫ് സെൽസ് അല്ലെ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അതിലൊരു ഹൈപ്പോഡർമൽ സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറി. റിഡക്ഷൻ ഡിവിഷനിൽ 4 മെഗാസ്പോർസ് ഉണ്ടാകും അല്ലെ. അതിൽ 3 ഡിജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരു മെഗാസ്പോർ ആണ് സർവൈവ് ചെയ്ത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അഥവാ എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കും. എന്നാലും നമുക്കിവിടെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ സിംഗിൾ മെഗാസ്പോർ ഹാപ്ലോയിഡ് മെഗാസ്പോറിനകത്ത് സീക്വൻഷ്യൽ ആയിട്ട് 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ഒന്നാമത്തെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 2 ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ 2 ന്യൂക്ലിയസും 2 പോളില്, ഒരു പോൾ ചലാസയാണ്, ഒരു പോൾ മൈക്രോപൈലാണ്. 2 പോളിലും പോകും. സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷനിൽ 2 പോളിലും 2 ന്യൂക്ലിയസ് വീതം ഉണ്ടാകും. മൂന്നാമത്തെ മൈറ്റോട്ടിക് ഡിവിഷനിൽ 2 പോളിലും 4 ന്യൂക്ലിയസ് വീതം ഉണ്ടാകും. 2 പോൾസിലും, അതായത് ചലാസയിലുള്ള ഒരു പോളാർ ന്യൂക്ലിയയും മൈക്രോപൈലാർ റീജിയനിലുള്ള ഒരു പോളാർ ന്യൂക്ലിയയും കൂടെ മധ്യഭാഗത്ത് വന്ന് നിൽക്കും. മധ്യഭാഗത്ത് വന്ന് നിൽക്കുന്ന ആ ന്യൂക്ലിയസ്, അതായത് 2 പോളാർ ന്യൂക്ലിയാണ് സെന്ററിൽ വന്ന് നിൽക്കുന്നത്. തുടർന്ന് വാൾ ഫോർമേഷൻ നടക്കും. ആ വാൾ ഫോർമേഷനിൽ ചലാസലിന്റെ 3 ന്യൂക്ലിയസ് 3 എന്തായിട്ട് മാറും, ആന്റിപോഡൽസ് ആയിട്ട് മാറും. ആന്റിപോഡൽസ് എന്നാണ് പറയുന്നത്. മൈക്രോപൈലാർ എൻഡിലും 3 ന്യൂക്ലിയസ് 3 സെല്ലായിട്ട് വരും. അതിന് നമ്മൾ പൊതുവെ എഗ് അപ്പാരറ്റസ് എന്നാണ് പറയുന്നത്. മധ്യഭാഗത്ത് ഒരു വലിയ എഗ് കാണും. കൂടാതെ വശങ്ങളിലായിട്ട് കാണപ്പെടുന്ന സെൽസിനെ നമ്മൾ സൈനർജിഡ്സ് എന്നാണ് പറയുന്നത്. ബാക്കി 2 ന്യൂക്ലിയസ് സെന്ററിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 പോളാർ ന്യൂക്ലിയസ്. ഈ സെന്ററിനെ നമ്മൾ മൊത്തത്തിൽ സെൻട്രൽ സെല്ല് എന്നാണ് പറയുന്നത്. ഇതാണ് 7 സെൽഡ് എന്ന് പറയുന്നത്. ആൻജിയോസ്പേമിക് എംബ്രിയോ സാക്ക് 7 സെൽഡ്, 3 ആന്റിപോഡൽസ്, ഒരു സെൻട്രൽ സെല്ല്, 2 സൈനർജിഡ്, ഒരു എഗ്, അങ്ങനെ 7 സെൽഡ് ആണ്. 8 ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ സെല്ലില് 2 ന്യൂക്ലിയസ് ആണ് കാണുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ആൻജിയോസ്പേമിക് എംബ്രിയോ സാക്കിന്റെ ഒരു പ്രത്യേകത, ഫെർട്ടിലൈസേഷൻ 2 രീതിയിലാണ് നടക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ വന്ന് വീഴുന്ന പോളൻ ഗ്രെയിനകത്ത് നിന്നും എന്തുണ്ടാകുന്നു, പോളൻ ട്യൂബ് സ്റ്റിഗ്മയ്ക്കുള്ളിലൂടെ പെനിട്രേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നിന്ന് സ്റ്റൈല റീജിയൻ വഴിയാണ് അത് എവിടെ എത്തുന്നതെന്ന് പറഞ്ഞു, ഓവറിയിൽ എത്തുന്നത്. അപ്പൊ ആ 2 മെയിൽ ന്യൂക്ലിയസ്, മെയിൽ ഗ്യാമേറ്റുമായിട്ടാണ് ഇത് എവിടെ എത്തുന്നത്, ഈ ഭാഗത്ത് എത്തുന്നത്. അതിൽ ഒരു മെയിൽ ഗ്യാമേറ്റ് ഈ എഗ് എന്ന് പറയുന്ന ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് നടന്നു എന്ന് പറയാം, ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് പറയാം. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ടുള്ള ഫ്യൂഷൻ ആണ് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ സിംഗമി എന്ന് പറയാം. 2 മെയിൽ ഗ്യാമേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ 2 മെയിൽ ഗ്യാമേറ്റിൽ അനദർ മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് ദി പോളാർ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഗ്യാമറ്റിക് യൂണിയൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ 2 ന്യൂക്ലിയസും കൂടെ ചേർന്ന് സെക്കൻഡറി ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടാണ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂഷൻ നടക്കുന്നത്. അതായത് 3 ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ ആണ് സെൻട്രൽ സെല്ലിൽ വെച്ച് നടക്കുന്നത്.
3 ന്യൂക്ലിയർ ഫ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ആ പ്രോസസ്സിന് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഇതിന്റെ ഫലമായിട്ട് പെൻ അഥവാ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകും. അതായത് 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നു ആൻജിയോസ്പേം എംബ്രിയോ സൈക്കിൾ എന്ന് പറയാം. ഏതൊക്കെയാണ്? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ദീസ് 2 പ്രോസസ് ടുഗദർ കാൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമിന്റെ മാത്രം പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് ആൻജിയോസ്പേമിൽ നടക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്തൊക്കെയാണ്? ഒന്ന്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റിക് യൂണിയൻ സിംഗമി. സെക്കൻഡ്, മെയിൽ ഗാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ സെക്കൻഡറി ന്യൂക്ലിയസ് ഓഫ് ദി സെൻട്രൽസ്. ഇപ്പൊ 2 ഫ്യൂഷൻ, 2 മെയിൽ ഗാമേറ്റ് 2 ഫ്യൂഷൻ എംബ്രിയോ സൈക്കിൾ നടത്തുന്നു. 2 ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഒന്നിനെ സിംഗമിയും മറ്റൊന്നിനെ ട്രിപ്പിൾ ഫ്യൂഷനും. ഈ 2 പ്രോസസ്സിനെയും കൂടെ ചേർത്താണ് ആൻജിയോസ്പേമിക് എംബ്രിയോ സൈക്കിളിനകത്ത് നടക്കുന്ന ഫെർട്ടിലൈസേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ടിന് എന്ത് സംഭവിക്കും? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് സംഭവിക്കും. അതായത് സൈഗോട്ട് എന്തായിട്ട് മാറും? സൈഗോട്ട് ഡെവലപ്സ് ഇൻടു എംബ്രിയോ. സൈഗോട്ട് ഇരിക്കുന്നത് ഏതിലാണെന്ന് നമ്മൾ പറഞ്ഞു, ഓവ്യൂളിനകത്താണ് സൈഗോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഓവ്യൂൾ ഡെവലപ്സ് ഇൻടു സീഡ്. ഓവ്യൂൾ ഇരിക്കുന്നത് ഓവറിയിലാണ്. അപ്പോൾ ഓവറി ഡെവലപ്സ് ഇൻടു ഫ്രൂട്ട്. അതുകൊണ്ടാണ് ആൻജിയോസ്പെർമിക് എംബ്രിയോ സൈക്കിളിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രൂട്ടിനകത്താണ്. അതായത് സീഡ്സിന് എന്തുണ്ട്? കവറിങ്, ഫ്രൂട്ട് വാൾ എന്ന് പറയുന്ന കവറിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഡെവലപ്സ് ഇൻടു എംബ്രിയോ, ഓവ്യൂൾ ടു സീഡ് ആൻഡ് ഓവറി ടു ഫ്രൂട്ട്. വളരെയധികം വൈവിധ്യം കാണിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഈ ആൻജിയോസ്പെർമിക് പ്ലാന്റ് ഗ്രൂപ്പിനെ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എംബ്രിയോയിലെ 2 കോട്ടിലിഡൻസ് ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ ഡൈകോട്ടിലിഡൻസ് എന്നും, ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? മോണോ കോട്ടിലിഡൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ കോക്കനട്ട് വിഭാഗത്തിൽ വരുന്ന പാം ഗ്രൂപ്പ്സ് എല്ലാം തന്നെ മോണോകോട്സ് വിഭാഗത്തിൽ വരുന്നതാണ്. നമ്മുടെ ചുറ്റിനും കാണുന്നത് ഷൂ ഫ്ലവർ, മാംഗോ തുടങ്ങിയ പ്ലാന്റ്സ് എല്ലാം തന്നെ ഡൈക്കോട്ട് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. ഇപ്പൊ കോട്ടിലിഡൻസിന്റെ മാത്രം പ്രത്യേകതയല്ല, പൊതുവെ ഡൈക്കോട്ട് വിഭാഗത്തിലുള്ള പ്ലാന്റ്സിന്റെ ലീവ്സ് റെറ്റിക്കുലേറ്റീവ് വേരിയേഷൻ ആയിരിക്കും. അതേസമയം മോണോകോട്ട് വിഭാഗത്തിൽ വരുന്ന പ്ലാന്റ്സിന്റെ ലീവ്സ് എന്ന് പറയുന്നത് പാരലൽ വേരിയേഷനിലായിരിക്കും കാണപ്പെടുന്നത്. ഇപ്പം പ്ലാന്റ് ഗ്രൂപ്പ് ആൻജിയോസ്പേം എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പ് 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡൈകോട്ടിലിഡൻസ് എന്നും മോണോകോട്ടിലിഡൻസ് എന്നും. പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പിലും പഠിച്ചു വന്നതാണ്. അതൊന്നുകൂടെ പറയാം. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് 2 സ്റ്റേജസ് കാണും. ഒന്ന് ഹാപ്ലോയിഡ് സ്റ്റേജും മറ്റൊന്ന് ഡിപ്ലോയിഡ് സ്റ്റേജും. അപ്പൊ ഹാപ്ലോയിഡ് ഫേസ് ഡോമിനന്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ്, അപ്പൊ നമ്മൾ ആൽഗെ പഠിച്ചു, ബ്രയോഫൈറ്റയിലൊക്കെ നമ്മൾ പറഞ്ഞു. ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആണ്. ഗാമറ്റോഫൈറ്റിക് ഫേസിനെയാണ്, ഗാമേറ്റ് പ്രൊഡ്യൂസിങ് ഫേസിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഡോമിനന്റ് ഫേസ് സ്പോറോഫൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ്സ്, ടെഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇതെല്ലാം ഡോമിനന്റ് പ്ലാന്റ് ഫേസ് അല്ലെങ്കിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഉള്ളതാണ് സ്പോറോഫൈറ്റ്. ഈ സ്പോർസിൽ നിന്നാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ഉണ്ടായി. ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് സൈഗോട്ട് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് സ്റ്റേറ്റ് വീണ്ടും ആവർത്തിക്കുന്നത്. അപ്പൊ ഒരു ലൈഫ് സൈക്കിളിൽ നമ്മൾ ശരിക്കും ആ സൈക്ലിക് പ്രോസസ് എടുത്ത് വെച്ച് നോക്കിയാൽ സ്പോറോഫൈറ്റിക് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ജനറേഷൻ ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് ഹാപ്ലോയിഡ് ജനറേഷൻ വരുന്നത് കാണാം. അപ്പം ഡിപ്ലോയിഡ് ജനറേഷൻ അഥവാ സ്പോറോഫൈറ്റിക് ഫേസ് ആൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് വരുന്നു? ഹാപ്ലോയിഡ് ജനറേഷൻ അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റിക് ഫേസ് വരുന്നു. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഹാപ്ലോയിഡ് ജനറേഷൻ ഗാമറ്റോഫൈറ്റിക് ഫേസ് മെയിൻ ആയിട്ട് വരുന്നു. അതിനെ ആൾട്ടർനേറ്റ് ചെയ്ത് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ഒരു സ്പോറോഫൈറ്റിക് സ്റ്റേജ് വരുന്നു. ഇങ്ങനെ ആൾട്ടർനേഷൻ നടക്കുന്ന ലൈഫ് സൈക്കിളിനെ നമ്മൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് പറയുന്നത്. ലൈഫ് സൈക്കിൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പ്ലാന്റ് ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ബോഡി അല്ലെങ്കിൽ എന്ന് പറയുന്നത് താലസ് എന്ന് പറയുന്ന മെയിൻ പ്ലാന്റ് പാർട്ട് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഈ ഹാപ്ലോയിഡ് ജനറേഷനിൽ ഗാമറ്റിക് യൂണിയൻ നടന്നു വരുന്ന ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് സൈഗോട്ട്. അപ്പൊ അവിടെ സൈഗോട്ട് മാത്രമാണ് ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത്.
അപ്പൊ കൂടുതൽ ലൈഫ് സൈക്കിളിന്റെ കൂടുതൽ ഭാഗവും എന്താണ് ഹാപ്ലോയിഡ് ജനറേഷനിലാണ് പോകുന്നത്. പക്ഷെ അവിടെ എന്തുണ്ട്, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. ഹാപ്ലോയിഡ് ജനറേഷൻ ആൾട്ടർനേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ട് ഇങ്ങനെ ലൈഫ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ കൂടുതൽ ടൈം പീരീഡ് ഡോമിനേഷൻ എന്ന് പറയുന്ന ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അങ്ങനെയുള്ള ലൈഫ് സൈക്കിളിനെ നമ്മൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്, സയൻസ് ആണ്. നമ്മൾ കുറെ കാര്യങ്ങളിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നു. അപ്പൊ ആൽഗയിൽ ജനറൽ ആയിട്ട് വരുന്ന ലൈഫ് സൈക്കിൾ, അതിന്റെ ആൾട്ടർനേഷനോ ജനറേഷനുള്ള ലൈഫ് സൈക്കിളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. എന്നാൽ തിരിച്ച് ആൻജിയോസ്പേംസും ജിംനോസ്പേംസും എടുത്ത് മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്, സ്പോറോഫൈറ്റ് ആണ്, അതായത് ഡിപ്ലോയിഡ് ഫേസ് ആണ്. അവിടെ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഡിപ്ലോയിഡ് സ്റ്റേജിനാണ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്. അവിടെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചു നേരം മാത്രം നിൽക്കുന്ന ഒരു റെഡ്യൂസ്ഡ് ഫേസ് ആണ്. അപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജ് ഇവിടെ എന്താണ്, ഡിപ്ലോയിഡ് അല്ലെങ്കിൽ സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ആൻജിയോസ്പേംസിന്റെയും ജിംനോസ്പേംസിന്റെയും ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. ആ ലൈഫ് സൈക്കിളിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന്. മനസ്സിലായോ? എന്നാൽ നമ്മൾ ബ്രയോഫൈറ്റ്സ് ടെർഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഗ്രൂപ്പ്സിനെ പഠിച്ചു അല്ലേ? അപ്പം ബ്രയോഫൈറ്റ്സിൽ നമ്മൾ പറഞ്ഞു പ്രോമിനന്റ് പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സിൽ എന്താണ്, ഹാപ്ലോയിഡ് തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ പറയുന്നുണ്ട് ഗാമേറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഫുഡ്, സീറ്റ, ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നമ്മൾ പറയുന്നുണ്ട് സ്പോറോഫൈറ്റിക് സ്റ്റേജ്, സൈഗോട്ടിൽ നിന്ന് ഒരു സ്പോറോഫൈറ്റിക് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് സ്റ്റേജ് അവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പം മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, അതായത് ഗാമറ്റോഫൈറ്റ് ആണ്. അതോടൊപ്പം ഗാമറ്റോഫൈറ്റിനകത്ത് ലൈഫ് സൈക്കിൾ എന്തും കൂടെ ഉണ്ടാകുന്നു, സ്പോറോഫൈറ്റ് അഥവാ ഡിപ്ലോയിഡ് സ്റ്റേജ് ഉണ്ടാകും. അപ്പൊ ഏറെക്കുറെ ഈക്വൽ ടൈം ബീയിങ് അല്ലെങ്കിൽ കൂടുതൽ ആയിട്ട് ഹാപ്ലോയിഡ് സ്റ്റേജ് വന്നാലും കുറച്ചധികം സമയം അവിടെ സ്പോറോഫൈറ്റിക് സ്റ്റേജിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നുണ്ട് ഗാമറ്റോഫൈറ്റ് ഇൻഡിപെൻഡന്റ് ആണ്, എന്നാൽ സ്പോറോഫൈറ്റ് കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ ഗാമറ്റോഫൈറ്റ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഏകദേശം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് സൈക്കിളിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. പക്ഷെ ലൈഫ് സൈക്കിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന്. തിരിച്ച് നമ്മൾ ടെറിഡോഫൈറ്റ് എടുക്കുമ്പോഴോ അവിടെ പ്രോമിനന്റ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സ്പോറോഫൈറ്റ് ആണ് അല്ലെ? ഈ സ്പോറോഫൈറ്റിൽ നിന്നാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഹോമോസ്പോറസ് ആയിട്ട് വരുന്ന കേസിലാണ് എങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ആണ്. നമ്മുടെ ഹിറ്ററോസ്പോറിൽ മാത്രമാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് മാത്രം പേരന്റ് സ്പോറോഫൈറ്റിൽ ഡിപെൻഡന്റ് ചെയ്താണ് കാണപ്പെടുന്നത്. അപ്പൊ കൂടുതൽ സമയം ഡിപ്ലോയിഡ് ആണ് എങ്കിലും അവിടെയും ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഒരല്പം ലെങ്തി ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെയും നമുക്ക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കാം ഹാപ്ലോ ഡിപ്ലോണ്ടിക്, അല്ലെങ്കിൽ തിരിച്ച് എന്ത് പറയാം, ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. അപ്പൊ ലൈഫ് സൈക്കിളില് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. അതിൽ ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ് കൂടുതൽ സമയമെങ്കിൽ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഡിപ്ലോയിഡ് ജനറേഷൻ ആണ് കൂടുതൽ ടൈം എങ്കിൽ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഏറെക്കുറെ ഡ്യൂറേഷൻ വലിയ വ്യത്യാസമില്ലാതെയാണ് വരുന്നതെങ്കിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. അപ്പൊ ആൽഗയിൽ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് എന്ന് പറയുന്നത്. എന്നാൽ ഫയോഫേസിയ ബ്രൗൺ ആൽഗയിൽ വരുന്ന ഒരു മെമ്പറാണ് ഫ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ ഫ്യൂക്കസ് എന്ന് പറയുന്ന ആൽഗയുടെ ലൈഫ് സൈക്കിളിനെ നമ്മൾ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ ആൽഗയിൽ വരുന്ന എക്ടോകാർപ്പസ് എന്ന് പറയുന്ന പ്ലാന്റ്, അതുപോലെ റെഡ് ആൽഗയിൽ വരുന്ന പോളിസൈഫോണിയം, ഈ രണ്ട് ആൽഗയുടെ പ്രത്യേകത ഇതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ നമുക്കെന്ന് വിളിക്കാം ഡിപ്ലോ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് ഗ്രൂപ്പ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രൂപ്പാണ് നമ്മൾ ലാസ്റ്റിൽ പഠിച്ചത്. അതോടൊപ്പം ഈ ഗ്രൂപ്പിനകത്ത് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ഇങ്ങനെ പ്ലാന്റ് ഗ്രൂപ്പുകളാണ് പഠിച്ചത്. ആ പ്ലാന്റ് ഗ്രൂപ്പിന്റെ ലൈഫ് സൈക്കിൾ എന്താണ് എന്ന് നമ്മളിവിടെ വ്യക്തമാക്കി. ആ ലൈഫ് സൈക്കിളിന്റെ പാറ്റേൺ അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൽ എല്ലാം തന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ലൈഫ് സൈക്കിളിന്റെ ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്,
ഡിപ്ലോ ഹാപ്ലോണ്ടിക് അല്ലെങ്കിൽ ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു. അപ്പൊ ഇതുവരെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ എല്ലാ പ്ലാന്റ് ഗ്രൂപ്പ്സും അതിന്റെ ലൈഫ് സൈക്കിളും വ്യക്തമായിട്ട് പഠിക്കുക, ലൈഫ് സൈക്കിൾ വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം.